ഹായ്, ഞാൻ ഇന്ന് നിങ്ങൾക്ക് നമ്മുടെ തൊടിയിലുള്ള ചൊറുതനമാണ്. ഈ ചൊറുതനം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആക്ഷൻ ഹീറോ ബിജു ഇതിൻ്റെ ചൊറുതന പ്രയോഗം, അതായത് തൂവ, നാട്ടുതൂവ നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ കാണുന്നതാണ്. നിങ്ങൾക്ക് ഇതുകൊണ്ട് ഞാൻ ഒരു പ്രയോഗം ഞാൻ കാണിച്ചു തരാം. ഹീറോ. ഹായ്, ഞാൻ വിനോദ് മൂത്തേടം. ഞാൻ കണ്ടെത്തി, നിങ്ങൾക്കും കണ്ടെത്താം. അപ്പോൾ ഇന്ന് ഞാനൊരു ട്രഡീഷണൽ റെസിപ്പി ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ട്രഡീഷണൽ എന്ന് പറയുമ്പോൾ കാട്ടിലുള്ളത് മാത്രമല്ല, നമ്മുടെ നാട്ടിലുള്ള ഒരു കാര്യത്തെക്കുറിച്ച് കൂടി ഞാൻ നിങ്ങളോട് പറയുന്നത്. നിങ്ങളാരും അധികം ഉണ്ടാക്കാത്തതും എന്നാൽ അധികം ഗുണമുള്ളതുമായിട്ടുള്ള ഒരു റെസിപ്പി. നിങ്ങളുടെ വീട്ടുപറമ്പിൽ സുലഭവും നിങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. അത് ഞാൻ കാണിച്ചു തരാം. തൂവ. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇത് നിങ്ങളുടെ വീട്ടുമുറ്റത്ത് വളരുന്ന ഒരു സാധനമാണ്. ഇത് നിങ്ങൾക്ക് വീട്ടുമുറ്റത്ത് നിന്ന് ഒഴിവാക്കുവാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് ഉണ്ടാക്കി തരുന്നത്. ഇത് നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സ്ഥിരം ഇത് നിങ്ങൾ ഉണ്ടാക്കും. അത്രയ്ക്ക് ഗുണമാണ്, 100% ഗുണമുള്ളതാണ്. നല്ല എനർജറ്റിക്കും നല്ല പ്രതിരോധ ശേഷിക്കും ഉത്തേജകത്തിനും ഉത്തമമായ ഒരു ഔഷധമാണ് ചൊറുതനം. ഞങ്ങളുടെ നാട്ടിൽ ചൊറുതനം എന്നാണ് പറയുന്നത്. ചിലപ്പോൾ തൂവ എന്നും പറയും. നാട്ടു തൂവ, കാട്ടിലെ തൂവയല്ല കേട്ടോ, നാട്ടു തൂവ. ഈ തൂവയെ കൊണ്ട് നിന്ന് അടിപൊളി ഒരു റെസിപ്പി ഞങ്ങൾക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ഇത് ആദിവാസികൾ അവർ സ്ഥിരമായിട്ട് കഴിക്കുന്ന ഒരു സാധനമാണ്. അതാണ് അവരുടെ ആരോഗ്യത്തിൻ്റെ രഹസ്യം. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് അതിലേക്ക് കിടക്കാം. അപ്പോൾ അതിനു മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. തൊട്ടടുത്തുള്ള ആ സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് അമർത്തിയേക്കണേ. അതിൻ്റെ തൊട്ടടുത്തൊരു കുഞ്ഞൊരു ബട്ടണുമുണ്ട്, ഒരു ബെൽ ബട്ടൺ. അതിലൂടെ ഞെക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എൻ്റെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. ആദ്യമായിട്ട് ആ തൂവയുടെ ഇല നമ്മളിതാ ഇതേപോലെ നമ്മൾ പറിച്ചെടുക്കുക. ഇത് പറിച്ചെടുത്ത് എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തൂവയുടെ അടിഭാഗം വെച്ചിട്ട് നമ്മൾ പറിക്കണം. അടിഭാഗം പറിച്ചിട്ട് ഈ തൂവ കീഴ്മേ പിടിക്കണം. ഈ തൂവ കീഴ്മേ പിടിച്ചിട്ട് ഇതിൻ്റെ ഇല ഇങ്ങനെ പറിച്ചെടുത്തതിന് ശേഷം ഇതിങ്ങനെ തൂത്ത് ഇതിൻ്റെ ഓമ കളയണം. അതിനുശേഷം ഇത് പച്ചയ്ക്കും ഉണ്ടോ അടിപൊളി സാധനമാണ്. എനർജി, കൂടുതൽ എനർജി നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അതിനാവശ്യമായ സാധനം മുളക് പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, ജീരകം പൊടിച്ചത്, അതായത് കറിക്കൊക്കെ ഇടുന്ന ജീരകം അത് പൊടിച്ചത് അത് 1 ടീസ്പൂൺ, ചുമന്നുള്ളി അല്ലെങ്കിൽ ചെറുള്ളി അത് ആവശ്യത്തിന്, ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ. അതിനോട് വെളുത്തുള്ളി ഉണ്ട്, ഒരു 4-5 ഇതിൽ വെളുത്തുള്ളി. ഇത് രണ്ടും തൊലി കളഞ്ഞ് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞത്. ആവശ്യത്തിന് കടുക്, ഉപ്പ്, വെളിച്ചെണ്ണ. ഇത്രയാണ് നമുക്ക് ആവശ്യം. ഓർമ്മയുണ്ടല്ലോ? ചൊറുതനത്തിൻ്റെ ഇല ഇങ്ങനെ പറിച്ചെടുത്തതിന് ശേഷം ഇതൊന്ന് തൂക്കണം. തൂത്തതിൻ്റെ ഒമ കളയണം. അതിനുശേഷം നമ്മളൊന്ന് മഞ്ഞപ്പൊടിയിലൊന്ന് അരിഞ്ഞതിന് ശേഷം ഒന്ന് കഴുകി എടുത്തു കഴിഞ്ഞാൽ അതിലെന്തെങ്കിലും പുഴുക്കൾ വല്ല ഇരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇത് അണുക്കളൊക്കെ അങ്ങ് പോയിക്കോളും. നല്ല അടിപൊളിയാണ്. നിങ്ങളിത് വീട്ടിൽ പരീക്ഷിക്കണം, നിർബന്ധമായിട്ട് പരീക്ഷിക്കണം. നിങ്ങളുടെ വീട്ടുമുറ്റത്തെ ചൊറുതനം കളയാൻ ഏറ്റവും വലിയൊരു മാർഗമാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഉണ്ടാക്കുന്നതിലേക്ക് നമുക്കതിലേക്ക് കിടക്കാം. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യണം, ചെയ്തവർ ചെയ്യരുത്. അപ്പോൾ അതിനോട് ലൈക്ക് കൊടുക്കണം. തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കനുണ്ട്, അവത്തലും കൂടെ ഒന്ന് അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ വിഭവങ്ങൾ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ അപ്പോൾ എത്തുന്നതായിരിക്കും. അപ്പോൾ ഇതിനി എങ്ങനെയാണ് തയ്യാറാക്കുന്നതിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ ആവശ്യത്തിന് ഒരു സ്വല്പം കടുക് പൊട്ടിച്ച് കൊടുക്കുക.
അരഞ്ഞിട്ടുണ്ട് ചെറുതേനത്തിൻ്റെ ഇല. അതിനകത്തോട്ട് നമ്മൾ അരമുറി തേങ്ങ തിരുമിയത് അതിടുകയാണ്. അപ്പോൾ നമ്മുടെ ചെറുതനത്തോരൻ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി റെസിപ്പിയാണ്. നിങ്ങൾ കൂട്ടി നോക്കുമ്പോൾ ഇതുണ്ടോ, അതെ, നല്ല ടേസ്റ്റിയാണ്. നിങ്ങളുടെ വീട്ടിലെ തൂവ കളയാൻ ഏറ്റവും വലിയ മാർഗമാണ്. അപ്പോൾ വീണ്ടും ഒരു റെസിപ്പി പാട്ട് നിങ്ങളുടെ മുമ്പിൽ വരും. ബൈ.